ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ ഒത്തിരി ലേറ്റായിപ്പോയി, അതുകൊണ്ട് ഒന്ന് ഓടിച്ച് ആണ് മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. ഒരുപാട് വിശദീകരിച്ചൊന്നും അല്ല വീഡിയോ വരുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കിഷോറിനെ കൈയോടെ പിടികൂടുകയാണ് നമ്മുടെ ഗോവിന്ദ്. ആ സമയത്തിന് കിഷോർ പറയുകയാണ്, സാർ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ, ഞാനായിട്ട് വന്നതല്ല, എന്നെ മാഡം പറഞ്ഞിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ഏത് മാഡമാണ് നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഉടനെ ബെഡിൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന നമ്മുടെ ഗീതു ആണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ അവർണികയാണ് അത് പുള്ളിക്കാരത്തെ ചൂണ്ടിയിട്ട് നമ്മുടെ കിഷോർ പറയുകയാണ്, ഈ മാഡമാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പെട്ടെന്ന് നമ്മുടെ അവർണിക സ്ലോ മോഷനിൽ അങ്ങ് എണീക്കുകയാണ്. എന്നിട്ട് മെല്ലെ ഇങ്ങനെ തിരിഞ്ഞൊരു ഒരു നോട്ടം നോക്കുകയാണ്. അതിനുശേഷം അവർണിക ചോദിക്കുകയാണ്, ഞാനാണോ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവർണികയെ കാണുമ്പോൾ തന്നെ ഏതാണ്ട് കിഷോറിൻ്റെ കിളി പോവുകയാണ്. അപ്പോൾ അവനേക്ക് അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ എന്നെപ്പറ്റി കരുതിയിരുന്നത്? നീ പറഞ്ഞതെല്ലാം തൊടാതെ വിശ്വസിച്ച് ഗീതാഞ്ജലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇരിക്കുമെന്നാണോ നീ വിചാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദ് പറയുകയാണ്, എടാ നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചെന്താണ്, എൻ്റെ ഗീതുവിനെ തെറ്റുകാരിയാക്കിയിട്ട് അവളെ പെടുത്താമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിരിച്ച വലയല്ലായിരുന്നു, ഞങ്ങൾ നിന്നെ കെണി വെച്ച് പിടിച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർണിക അടുത്തേക്ക് വരികയാണ്. നമ്മുടെ കിഷോറിൻ്റെ ചെകിട് പുളക്കെ ഒരെണ്ണം അങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എടാ ഇത് നിനക്ക് ഞാൻ ആദ്യമേ തരേണ്ടതായിരുന്നു, ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്, നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അവർണിക. അങ്ങനെ അവിടെ ഒരു ഉഗ്ര സ്ഫോടനം തന്നെ നടക്കുകയാണ്. അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് വന്നിട്ട് നന്നായിട്ട് ചെകിട് പുളക്കം ഒരെണ്ണം കൊടുക്കുകയാണ് കിഷോറിന്. അടി കൊണ്ട് നമ്മുടെ കിഷോർ നിലത്ത് വീഴുകയാണ്. കിഷോറിനെ വീണ്ടും തൂക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, നീ എന്നെപ്പറ്റി എന്താടാ കരുതിയത്? നിൻ്റെ ഈ നാറിയ ബുദ്ധിയാണ് എനിക്കുള്ളതെന്നാണോ? എടാ എൻ്റെ ബുദ്ധിയും കഴിവും എത്രത്തോളാണെന്നേ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പൊതിരെ തല്ലുകയാണ് നമ്മുടെ കിഷോറിനെ. കിഷോർ ഒടുവിൽ എന്ത് ചെയ്തെന്നോ, കിഷോർ ഒളിപ്പിച്ച് വെച്ചിരുന്ന തോക്ക് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ആ തോക്ക് ഗോവിന്ദിന് നേരെ നീട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി ഒരു അടി പോലും നിങ്ങൾ മുന്നോട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ചുട്ടിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. ഗോവിന്ദനുണ്ടോ കുലുക്കം? ഗോവിന്ദ് മെല്ലെ മെല്ലെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് കിഷോർ അതിൻ്റെ കാഞ്ചിയിൽ പിടിച്ച് വലിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് കിഷോർ നേരെ മാറിയിട്ട് അവർണികയെ അങ്ങ് തൂക്കിയെടുക്കുകയാണ്. എന്നിട്ട് അവർണികയുടെ ശിരസിലേക്ക് നിറയൊഴിക്കാൻ പാകത്തിന് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് തോക്ക്. അപ്പോൾ ഗോവിന്ദ് ഒന്ന് പതറിപ്പോവും. അവർണികയും അതുപോലെ തന്നെ പുള്ളിക്കാരൻ, അതായത് ഭ്രാന്തെടുത്ത അവസ്ഥയിൽ നിൽക്കുന്ന കിഷോർ ഇനി കാഞ്ചി വലിക്കോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഇതിൽ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിനുണ്ടല്ലോ, അതേസമയം നമ്മുടെ ഈ അവിഹിതം, അതായത് ഇവരുടെ അവിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുവർണയും വരുണും കൂടി വാതിലിന് പുറത്ത് നിൽക്കുകയാണ്. അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒടുവിൽ സുവർണ പറയാണ്, ഒത്തിരി നേരമായല്ലോ, അവർ തമ്മിൽ കാണുന്നില്ലല്ലോ, ഇത്രയും നേരമായിട്ട് കിഷോർ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഗോവിന്ദ് സാർ എത്തുമ്പോഴത്തേക്കെങ്കിലും അവർ കാര്യമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമോ എന്നിങ്ങനെ സുവർണ ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ പറയാണ്, ഇനി അധിക നേരം അവനെ അതിനുള്ളിൽ നിർത്തിയിരിക്കുന്നത് ശരിയല്ല, അമ്മയെങ്ങാനും വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമാവും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയെങ്കിലും അകത്തേക്ക് പോവാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർ അകത്തേക്ക് പോകാനായിട്ട് വാതിലിൽ ഇങ്ങനെ തട്ടുകയാണ്. പക്ഷെ അപ്പോഴത്തേക്ക് വരുൺ പറയാണ്, വാതിൽ നന്നായിട്ട് അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് വരുൺ പറയണം, ഒരു കാര്യം ചെയ്യാം, വാതിൽ ചവിട്ടി പൊളിക്കാം, അതേ രക്ഷയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വരുൺ. അതേസമയം നമ്മുടെ സുവർണയാണെങ്കിലുണ്ടല്ലോ, കയ്യിലിങ്ങനെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷം എന്ത് കണ്ടാലും അതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വരുണാണെങ്കിൽ കതവ് ചവിട്ടി ഒറ്റ ചവിട്ടിന് തന്നെ കതവ് പൊളിഞ്ഞ് തുറന്ന് വരികയാണ്. അപ്പോൾ വരുണാണെങ്കിൽ ആ ചവിട്ടുന്നതിൻ്റെ ആഘാതത്തിൽ മറിഞ്ഞ് തലയും കുത്തി അങ്ങ് വീഴുകയാണ്. അങ്ങനെ നമ്മുടെ സുവർണ വന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ മുകളിലാണെങ്കിൽ ആകെ ഫൈറ്റ് നടക്കുകയാണ് ഗോവിന്ദും നമ്മുടെ കിഷോറും തമ്മിലുള്ളത്. കിഷോറാണെങ്കിൽ ഒരു രക്ഷയില്ല, കയ്യിൽ തോക്കിരിക്കുന്നത് കൊണ്ട് ഗോവിന്ദിനെ ആഞ്ഞുപദ്രവിക്കുകയാണ്. എന്നിട്ട് തൊട്ട് ചേർത്ത് നമ്മുടെ അവർണികയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് തോക്കും കയ്യിൽ വെച്ചിട്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു പരാക്രമം തന്നെ നമ്മുടെ കിഷോർ അവിടെ കാണിക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ
ഗീതു കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടി വരികയാണ്. വരുണേട്ട വരുണേട്ട എന്നെ രക്ഷിക്ക് വരുണേട്ട, ആ കിഷോർ ഞാൻ വിചാരിച്ച കണക്കല്ല, അവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ മാനം പോവും, എന്നെ രക്ഷിക്ക് വരുണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ വരുൺ ചോദിക്കുകയാണ്, എടീ നീ നല്ല മിടിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ അവനെ വിളിച്ച് വരുത്തിയിട്ട് നിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നീ ഇപ്പോൾ അവനെ കുറ്റക്കാരനാക്കാനാണോ നോക്കുന്നത്? നീ ഇപ്പോൾ എങ്ങോട്ടും പോവണ്ട, ഗോവിന്ദേട്ടൻ വരട്ടെ, അതിന് ശേഷം നീ പുറത്തേക്ക് പോയാൽ മതി, മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി നിൽക്കടി എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഗീതു കരഞ്ഞ് ബഹളം വെച്ച് പറയുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സുവർണ്ണ പറയുകയാണ്, നീ എല്ലാ തെറ്റും ചെയ്തെന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ, ഇതിലെല്ലാം ഉണ്ട്. നീ മനഃപൂർവ്വം അവനെ വിളിച്ചു വരുത്തിയതാണ്, എന്നിട്ട് നീ അത്ര വലിയ ശീലാവധി ചമയണ്ട എന്നിങ്ങനെ സുവർണ്ണ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. പക്ഷേ വരുണാണെങ്കിൽ ഒരു രക്ഷയില്ല, ഗീതുവിനെ ആകെ തള്ളിക്കളയുകയാണ് നമ്മുടെ വരുണ് ചെയ്യുന്നത്. അതേസമയം മുകളിലാണെങ്കിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ്. ഗോവിന്ദന് നേർക്ക് ഉതിർക്കാനായിട്ടൊക്കെ കിഷോർ ഭാവിക്കുകയാണ്. എന്നിട്ട് കിഷോർ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ അവർണികയെ കൂടി ചേർത്തിങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, നിങ്ങളെ രണ്ടുപേരെയും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നിപ്പിൽ വെടിവെച്ച് കൊല്ലും. അതിനുശേഷം ഉണ്ടല്ലോ ആ കുറ്റം ഞാൻ ഗീതുവിൻ്റെ തലയിൽ കെട്ടിവെക്കും. അപ്പോൾ നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാവരുടെയും മുന്നിൽ ഗീതു കുറ്റക്കാരിയാവും. അതായത് ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ച് ഭാര്യ ഭർത്താവിനെയും കാമുകിയും വെടിവെച്ച് കൊന്നു എന്നാവും. അപ്പോൾ നീയും അതായത് അവർണികയും ഗോവിന്ദും തമ്മിൽ അവിഹിതമാണെന്ന് വരുത്തി തീർക്കും എന്നിങ്ങനെ പറയുകയാണ് കിഷോർ. ഇതിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് സഹി കെട്ട് നിയന്ത്രണം വിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഗോവിന്ദൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് തോക്ക് വെച്ചിട്ട് ഇങ്ങനെ വെടി വെക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് വെടി ഉതിരാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ അജാസ് പിന്നാലെ വന്നിട്ട് ചവിട്ടി എറിയുകയാണ്. അപ്പോൾ ഈ തോക്ക് തെറിച്ച് നിലത്ത് വീഴുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ കിഷോറും നിലത്ത് വീഴുകയാണ്. അപ്പോൾ നമ്മുടെ അവർണികയുടെ കയ്യിൽ കിട്ടുകയാണ് തോക്ക്. അവർണിക ആ തോക്ക് കയ്യിലെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ബുള്ളറ്റില്ല എന്ന് അവർണികയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അത് അവർണിക എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ഡാഡിയുടെ തോക്കാണ്, ഇതിനകത്ത് നേരത്തെ ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അത് ഞാനാണ് എടുത്ത് മാറ്റി വെച്ചത്. ഈ തോക്കിനുള്ളിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവനെ കൊല്ലേണ്ടി വന്നേനെ, അതുകൊണ്ട് ഞാൻ തന്നെ അതെടുത്ത് മാറ്റി വെച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അജാസ് കൊടുക്കുകയാണ്, തലങ്ങും വിലങ്ങും കൊടുക്കുകയാണ് നമ്മുടെ കിഷോറിനിട്ട്. എന്നിട്ട് പറയണേ, എടാ ഈ അടി എന്തിനാണെന്നറിയാമോ, ബുള്ളറ്റ് ഇല്ലാത്ത തോക്ക് കൊണ്ടുവന്ന് നീ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അടി കൊടുക്കുന്നത്. ആ സമയത്ത് തന്നെ ഗോവിന്ദും കൊടുക്കുകയാണ് 2 എണ്ണം. കൊടുത്തിട്ട് ഗോവിന്ദ് പറയണ, ഇത് നിനക്ക് എന്തിനാണെന്നറിയാമോ, എന്നെയും നിൻ്റെ ഭാര്യയും തമ്മിൽ അവിഹിതം പറഞ്ഞുണ്ടാക്കുമെന്ന് നീ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നീ ആ കുറ്റം എൻ്റെ ഗീതുവിൻ്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് പറഞ്ഞില്ലേ, അതിനാണ് നിനക്ക് ഈ അടിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഗോവിന്ദ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് നല്ല രീതിയിൽ നമ്മുടെ കിഷോറിൻ്റെ മണി നോക്കി ഒരു ചവിട്ടം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് എന്തിനാണെന്നറിയാമോ, സ്വന്തം ഭാര്യയെ ഇത്രയേറെ വേദനിപ്പിച്ചതിനും അവിഹിതം അവളുടെ പേരിൽ ആരോപിക്കുമെന്ന് നീ പറഞ്ഞതിനും വേണ്ടിയിട്ടാണ് നിനക്ക്. എൻ്റെ പെങ്ങളെപ്പോലെ കരുതി അവർണികയെ ഞാൻ മോശക്കാരനാക്കി കണ്ടു എന്ന് നീ പറയുമെന്ന് പറഞ്ഞില്ലേ, അതായത് അവർണികയും ഗോവിന്ദും തമ്മിൽ അവിഹിതമാണെന്ന് ഇവരെ കൊന്നതിന് ശേഷം പുറത്തു വിടും എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിഷോറിൻ്റെ മണി നോക്കി നല്ലൊരു ചവിട്ട് കൊടുക്കുകയാണ് ഗോവിന്ദ്. അങ്ങനെ നമ്മുടെ കിഷോർ നിലത്തേക്ക് പിടഞ്ഞു വീഴുകയാണ്. എന്നിട്ട് കിഷോർ പറയുന്നു, ഗോവിന്ദ് സാർ എന്നെ കൊല്ലല്ലേ ഗോവിന്ദ് സാർ, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അവർണികയ്ക്ക് വല്ലാതെ സങ്കടം വരികയാണ്. അതേസമയം താഴെയാണെങ്കിൽ ഗീതുവിൻ്റെ ആക്ടിങ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ വരുൺ നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഗീതുവിനോട് പറയുന്നത്, എടി നീ ഒന്ന് അടങ്ങി അവിടെ നിൽക്കേ, ഗോവിന്ദേട്ടൻ വരട്ടെ, അതിനുശേഷം നീ ഇവിടുന്ന് പോയാൽ മതി, നിന്നെയും നിൻ്റെ അവിഹിതക്കാരനെയും കയ്യോടെ പിടികൂടട്ടെ, ഗോവിന്ദേട്ടൻ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് സ്റ്റെപ്പിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ കിഷോർ ഉരുണ്ട് താഴേക്ക് വരികയാണ്. നോക്കുമ്പോൾ നമ്മുടെ അവർണിക ചവിട്ടി തള്ളി താഴേക്ക് ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത്. കിഷോർ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഒരിടത്ത് ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ അവർണിക വന്നിട്ട് ഒറ്റ ചവിട്ട് കൊടുത്ത് താഴേക്ക് ഇടുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരുൺ ചോദിക്കുകയാണ്, എന്താടി നീ കാണിച്ചത്, സ്വന്തം ഭർത്താവിനെ നീ എന്തൊക്കെയാണ് ഈ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക പറയുന്നത്, ഞാനിവനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്ത ആൾ വേറെയാ എന്നിങ്ങനെ അവർണിക പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വരുൺ അങ്ങോട്ട് മേലോട്ട് നോക്കുമ്പോൾ ഗോവിന്ദ് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഗോവിന്ദിനെ കണ്ടിട്ട്
ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ വരുണ്. നോക്കുമ്പോൾ തൊട്ട് പിന്നാലെ ദേ അജാസും ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ആകെപ്പാടെ കിളി പോയ അവസ്ഥയിൽ വരുണ് നിൽക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വരുൺ അടുത്ത് നിന്നിട്ട് പറയാണ്, ഗോവിന്ദേട്ടാ ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. ഇവളും ഇവനും കൂടെ ഇതിനകത്ത് എന്താണ് ചെയ്തതെന്നറിയാമോ? ദേ ഇവർ തമ്മിൽ അവിഹിതമായിരുന്നു. ഇതിനുള്ളിൽ അവർ മോശം കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ വൃത്തികേടുകളൊക്കെ നമ്മുടെ വരുൺ പറയുകയാണ്. ഒടുവിൽ സഹിയേട്ട നമ്മുടെ ഗോവിന്ദ് വരുണിൻ്റെ ചെകിട് പുളക്കുവർണ്ണം കൊടുക്കുകയാണ്. അതിനുശേഷം പറയാണ്, എടാ നിനക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് നിനക്ക് അന്നം തന്ന കൈയാടാ ഇത്. ഈ കൈ കൊണ്ട് തന്നെ നീ ഉദരക്രിയ കൂടി ചെയ്യിക്കരുത് എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ ഒടുവിൽ നമ്മുടെ വരുൺ പറയാണ്, ഗോവിന്ദേട്ടാ എന്നെ വിശ്വസിക്കണം. ഇവള് എന്ത് പറഞ്ഞാണ് ഗോവിന്ദേട്ടനെ വിശ്വസിപ്പിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാണ്. മിണ്ടിപ്പോവരുത്, നീ ഇനി ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ നിന്നെ വലിച്ച് കീറും ഞാൻ എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ നമ്മുടെ ഗീത് പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും ഇനി മെയിൻ ഇതിൻ്റെ മുഴുവൻ ഹെഡായിട്ടുള്ള ആൾ മാസ്റ്റർ ബ്രെയിൻ ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ, അവരുകൂടി വരട്ടെ, അപ്പോഴും വേണം ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വ്യക്തമായൊരു ധാരണ ഇവിടെ ഇപ്പോൾ ഉണ്ടാവാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗീതു. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാറ് വരികയാണ്. കാറിൽ നിന്ന് രാധികാമ്മ ഇറങ്ങി വരികയാണ്. അങ്ങനെ രാധികാമ്മ വരുമ്പോൾ ഗീതു പറയണം, എത്തിയിട്ടുണ്ടല്ലോ, എല്ലാം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് എവിടെയോ പോയി മാറി നിന്നിട്ട് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ണേട്ടാ ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. രാധികാമ്മ പഴയതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. പുള്ളിക്കാരത്തിയുടെ പതിവ് ശൈലി തന്നെ തുടരുകയാണ്. കുറേ ഭാവാഭിനയങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. മോനെ ഇതെന്താ കണ്ണാ ഇവിടെ നടന്നത്, ഒന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവർണിക ചോദിക്കുകയാണ്, ഗോവിന്ദ് സാർ ഇപ്പോൾ ഈ സമയത്ത് ഞാനും ഗോവിന്ദ് സാറും ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാക്കിയില്ലായിരുന്നു എങ്കിൽ ഗീതാഞ്ജലി എല്ലാവരുടെ മുന്നിൽ മോശക്കാരിയായേനെ. ഗീതാഞ്ജലി സമൂഹം പോലും കാറി തുപ്പുന്ന അവസ്ഥയിലായേനെ. ഈ ഒരു അവസ്ഥയിൽ ഗീതാഞ്ജലിയെ കൊണ്ടിട്ട് ഇവർക്കൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്, രാധികാമ്മയ്ക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്നിങ്ങനെ അവർണിക അറുത്ത് മുറിച്ച് ചോദിക്കുകയാണ്. അതേ ചോദ്യം തന്നെ ഗീതവും ഗോവിന്ദിനോട് ചോദിക്കുകയാണ്. അത് ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ രാധികാമ്മ ഇടപെടുകയാണ്. രാധികാമ്മയുടെ സൂത്രം, അതായത് രാധികാമ്മ അതിനു മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വരുണിനെ ഇവരെ എന്ത് തന്ത്രം പ്രയോഗിച്ചും വരുണിനെ രക്ഷിച്ച് കൊണ്ടുപോകണം എന്നിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മുടെ രാധികാമ്മ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഗീതവും അവർണികയും ചോദിക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ ഗോവിന്ദിനോട് ചോദിക്കുകയാണ്, മോനെ കണ്ണാ ഇപ്പോൾ അമ്മ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മോന് മനസ്സിലായില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയാണ്, മനസ്സിലായി അമ്മേ, എനിക്ക് എല്ലാം മനസ്സിലായി. എന്നിട്ട് ഉടനെ ഗോവിന്ദ് പറയുകയാണ്, ഗീതുവിനോട് പറയണേ, ഗീതു ഇതെല്ലാം നമ്മളെല്ലാവരും അമ്മയെ വെറുതെ തെറ്റിദ്ധരിക്കുക ചെയ്തത്. ശരിക്കും അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗീതു, ഈ കിഷോറാണ് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് കിളിപോയ അവസ്ഥയിൽ ഇങ്ങനെ ഗീതു നിൽക്കുകയാണ്. ഉടനെ കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മ ആലോചിക്കുന്നതാണ്. അതായത് രാധികാമ്മ വരുണിനെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് വെക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മുടെ കാഞ്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കാഞ്ചന ചെന്നിട്ട് രാധികാമ്മയോട് പറയുകയാണ്, റാധിക മാമി ഞാൻ ഗീതു പാപ്പാൻ്റെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സമ്മതിച്ചില്ല. അതായത് ഈ പറയുന്ന ഈ ഗസ്റ്റ് ഹൗസ് ക്ലീൻ ചെയ്യാൻ പോകാനായിട്ട് ഗീതു പോകാൻ നേരത്ത് നമ്മുടെ കാഞ്ചന കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല എന്നാണ് കാഞ്ചന രാധികാമ്മയുടെ അടുത്ത് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അതെന്താണെന്ന് അറിയാമോ, ഗീതു പാപ്പ പോയതിൻ്റെ പിന്നാലെ ഗോവിന്ദ് മാമ ഗീതു പാപ്പാരുടെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് ഗോവിന്ദ് മാമയും വരുന്നുണ്ടെന്ന്. എന്നിട്ട് ഗോവിന്ദ് മാമ അങ്ങോട്ട് പോയി. അതെന്തിനാണെന്ന് അറിയാമോ, രണ്ടുപേർക്കും ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് സല്ലപിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ നമ്മുടെ കാഞ്ചന പറയുന്നതാണ് നമ്മുടെ രാധികാമ്മ ഓർത്തെടുക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാഞ്ചന പോയി കഴിയുമ്പോഴത്തേക്ക് രാധികാമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അപകടമാണ്. കിഷോർ അവിടെ വരുന്നതും സുവർണ അവിടെ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതും വരുൺ അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ഗോവിന്ദിന് നേരിട്ട് കണ്ട് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയെങ്കിലും കണ്ണൻ്റെ പോക്ക് ഒന്ന് തടയണം, അങ്ങനെ കണ്ണൻ്റെ പോക്കൊന്ന് തടയണം എന്ന് നമ്മുടെ രാധികാമ്മ പറയുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് രാധികാമ്മ വരുണിനെ വിളിക്കുന്നു. പക്ഷേ വരുണിന് ഫോണ്
എടുക്കുന്നില്ല വരുണ്. അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ രാധികാമ്മ ഗോവിന്ദനെ വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കാണിച്ചത്. അപ്പോഴത്തേക്കിനും എപ്പിസോഡ് തീരുകയാണ്. അതിന് ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിലുള്ള ട്വിസ്റ്റുകളെന്ന് അറിയണമെങ്കിൽ നാളെ കണ്ടാലേ പറ്റൂ. ഇനി രാധികാമ്മയെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദ് അങ്ങനെ പറഞ്ഞതാണോ, ഇനി ശരിക്കും ഗോവിന്ദ് മണ്ടത്തരത്തിൽ അത് രാധിക പറഞ്ഞത് തൊണ്ടതൊടാതെ വിശ്വസിച്ചോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും എനിക്ക് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല ഇന്നത്തെ റിവ്യൂ. കാരണം എനിക്കിന്ന് ശരിക്കും വായ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒരുപാട് മസിൽ പിടിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും എനിക്ക് ആസ്വദിച്ച് റിവ്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ചുമ ഇങ്ങനെ കയറി വരികയാണ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ തോന്നും, കേൾക്കാൻ ഒരു സുഖം തോന്നത്തില്ല. പക്ഷേ എന്ത് തന്നെയാണേലും ഈ ചുമയുടെ പ്രശ്നം കൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ തന്നെ താമസിച്ചത്. ഉച്ചയ്ക്കൊക്കെ നല്ല ചുമയായിരുന്നു, രാവിലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തതിലാണ് ഇത്രയെങ്കിലും ആശ്വാസമായത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.